ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഓണക്കാലമൊക്കെ അല്ലേ, അപ്പം കയ്യോ തലയോ വല്ലതും വീണ് ഇടിച്ചാലോ, അങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഹെൽമെറ്റുകളൊക്കെ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഊഞ്ഞാലിരിക്കുമ്പോൾ വീണ് തലയൊന്നും ഇടിക്കത്തില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഐഡിയ? കൊള്ളാവോ? വെറുതെ പറഞ്ഞതാണേ. സത്യത്തിൽ ഞങ്ങൾക്കൊരു 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛനൊരു കോൾ വന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് എടുക്കില്ലേ, ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മയുടെ മുഖം നന്നായിട്ട് മാറി. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നു. എവിടെ പോയാലും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോണ അച്ഛൻ ഒരു 2 മിനിറ്റ് എടുത്ത് വരാമെന്ന് പറയുന്ന അച്ഛൻ എപ്പോഴും പോയിട്ട് വരുന്നത് ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴാണ്. അപ്പോഴത്തേക്ക് ഇവിടെ പ്രശ്നം കുറച്ച് രൂക്ഷമായിട്ടിരിക്കും. ഒരു 5-10 മിനിറ്റ് എല്ലാവരും നന്നായിട്ട് മസിൽ പിടിച്ചിരിക്കും, ഞാനുൾപ്പെടെ. എനിക്കിതൊന്നും അല്ല അതിശയം. മിക്കോസ് എങ്ങനെയാണ് ഈ ചെറിയ പ്രായത്തിലെ, അതായത് ഈ കുഞ്ഞു പ്രായത്തിൽ എങ്ങനെയാണോ എന്തോ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ മിക്കവും നമ്മളെ പോലെ മസിൽ പിടിച്ചൊക്കെ ഇരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ നമ്മുടെ കടയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സോൾവ് ആവും. അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ തകർത്ത് ഹെൽമറ്റിൻ്റെ മഫ്ലറിൻ്റെയൊക്കെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. എന്നത്തെയും പോലെ തന്നെ വോയിസ് കട്ടായിരുന്നു. അപ്പം ഞാൻ ഒരാട്ടം ആടാം. ഇപ്പം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ അമ്മാമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട്. പിന്നെ എനിക്കൊരു ചുരിദാർ ഓർഡർ ചെയ്തത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അത് എത്ര നാളാണ് ഞാൻ ആശയപ്പെട്ടിരിക്കണം എന്നറിയാമോ? ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. നമ്മൾ പിൻകോഡ് തെറ്റാണ് കൊടുത്തത്. അതുകൊണ്ട് ഈ ലോഹം മൊത്തത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ഇപ്പോൾ അവിടെ ആറ്റിങ്ങിൽ പോയി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അതിനെ എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ആറ്റിങ്ങനെ എന്തിപ്പുണ്ടെന്നാണ് അറിവ്. അപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കണം. ഇതൊക്കെ ഗതികേടാണ്, എന്തോ ഈശ്വര. കടയിൽ പോകാൻ ബുദ്ധിമുട്ട് എഴുതിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിപ്പോൾ അതിനേക്കാട്ടി വലിയ തലവേദനയായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ പോയി വാങ്ങിക്കണം. അത്രയും ദൂരം പോയി കളക്ട് ചെയ്തുകൊണ്ട് കിട്ടണം. മടിയും മലച്ചുമക്കും എന്ന് പറയുന്ന ഇതാണ്. അപ്പം അച്ഛൻ വരുന്നവരെ നമുക്ക് ഊഞ്ഞാലാടാം. നമ്മളെ വീഡിയോ കുറേ പേര് കണ്ടു കേട്ടോ കൂട്ടുകാരി. വീഡിയോസ് എല്ലാവരും കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പാൻറ്റും ഇതിൻ്റെ പോക്കറ്റൊക്കെ ഉണ്ട്. അത് ഞാൻ കടന്ന് വിളിച്ച് എനിക്കത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് പതിവ്. അത് വേണം എന്ന് പറയും. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത നമ്മളെ വീഡിയോ നിങ്ങൾ കാണാൻ പറ്റേ. ഞാൻ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോൾ മിക്കുനെ ആണോ എന്ന് പറഞ്ഞു. അങ്ങനെ മിക്കുനെ അമ്മ സംസാരിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് കയറി ചെന്നു. വരാനുള്ളത് വഴി തങ്ങൂലെന്ന് പറയുന്ന ഇതാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതെന്ന് പറയുന്നത് കൊറിയർ കടയാണേ. അവിടെ ചെന്നപ്പോൾ ഒരു കടയിലൊരു ആൻറ്റി പറഞ്ഞു ഇന്ന് ഇവിടെ നേരത്തെ ക്ലോസ്ഡ് ആക്കി എന്ന് പറഞ്ഞു. ഞങ്ങൾക്കങ്ങ് വിഷമം വന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്ന ചുരിദാർ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി അതിനെ ക്യാൻസലാക്കാൻ പോവാണ്. ഓണം കഴിഞ്ഞ് കിട്ടിയിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയില്ലേ കിട്ടാനുള്ളത് എനിക്ക് കിട്ടുമെന്ന്. അതെന്താണെന്നറിയാമോ? ഞാനൊരു മിട്ടുപൂച്ചയെ കണ്ട്. അപ്പുറത്തെ വീട്ടിലാണ് മിട്ടുപൂച്ച. അത് ദേ അങ്ങോട്ട് തേരെ പാര ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ കിടന്ന് ഓടി. അത് നിൽക്കുന്ന പോലും ഇല്ല. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ കിടന്നോടി. മിക്കു അതിൻ്റെ പുറകെ കിടന്നോടി. മിക്കു വന്ന് തെക്ക് വടക്ക് കിടന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം 2 കൈകൾ വന്ന് എന്നെ തൂക്കി എടുത്തോണ്ട് പോയി പടക്കുന്നതിൻ്റെ അല്ല് 2 തന്നു. അമ്മയും കുറ്റം പറയാൻ പറ്റൂല. അമ്മ കുറേ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മിക്കുനെ തള്ളിയിടരുതെന്ന്. പക്ഷെ ഞാൻ അത് എന്നെ ആവർത്തിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ വേണ്ടി തട്ട് കിട്ടുന്നത് നല്ലതൊക്കെയാണ്. പിന്നെ മിക്കുവിൻ്റെ കലാപരിപാടി. മിക്കു ഇവിടെ നിന്നൊരു കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മിക്കു ഇങ്ങനെ നടക്കുകയാണ് തെക്ക് വടക്ക്. ഞങ്ങൾ സ്ഥിരം സാധനം തന്നെ വാങ്ങിച്ചു, ഡോട്ടേഴ്സ് കീ.
എനിക്കധികം ഡ്രസ്സൊന്നും വാങ്ങിച്ചില്ല, ഒരു പാൻറ്റും വാങ്ങിച്ചു. മിക്കുവിന് ഒരു 2-3 ഡ്രസ്സും വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 8-8:30 മണിയായി. അമ്മാമ്മയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു. തിരിച്ചിറങ്ങുന്ന സമയത്ത് പെരുമഴ, അതിൽ കാണാൻ വയ്യ, സത്യം നല്ല പെരുമഴ ഉണ്ടായിരുന്നു. നമ്മൾ ബൈക്കിലാണേ പോയത്, നമ്മൾ ശരിക്കും പെട്ടു. പിന്നെ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അത് നോർമലായി. പിന്നെ നമ്മൾ പോകാൻ ഇറങ്ങി കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ എനിക്ക് നല്ല ഉറക്ക ക്ഷീണം എനിക്ക് മിക്കുനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയപ്പോൾ അമ്മ എടുത്തൊരു വീഡിയോ ആണേ. അപ്പോൾ നോക്കിയേ, ക്ലോക്കിൽ കണ്ടോ 11 മണിയായി, കണ്ടോ? അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതെന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഞാൻ എടുത്തതാണ്. സൈക്കിൾ സത്യത്തിൽ പഞ്ചറാണ്. ഇന്ന് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, ഓട്ടിക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛന് നല്ല പണിയാണ്. നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ കാറ്റ് പോയി, അത് അച്ഛൻ മാറ്റിയിടുകയാണ്. അങ്ങനെ ഞങ്ങൾ ബ്രഷൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇനിയാണ് ബ്രഷൊക്കെ ചെയ്യുന്നത്, കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. സൈക്കിളിൻ്റെ സപ്പോർട്ടിംഗ് വീല് യഥാർത്ഥത്തിൽ പഞ്ചറല്ല, ചെറുതായിട്ട് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ മിക്കുവിന് കയറണമെന്ന് പറയുകയാണ്, പക്ഷേ മിക്കുവിനെ കയറ്റാൻ പറ്റില്ല അതിൽ. അങ്ങനെ എൻ്റെ പുറകെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന കോളുണ്ട്. അടിമൊത്തം ഈ ചെണ്ടയ്ക്കാണല്ലോ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഞാനാണ് ഇവിടുത്തെ ചെണ്ടയെന്ന്. ഡും 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 ഡും. ഓടം വരുമ്പോൾ ഇവിടെയൊക്കെ ചെത്തിപ്പറിക്കണ്ടേ, അപ്പോൾ അച്ഛൻ തന്നെ ചെത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ എത്ര ചെത്തിപ്പറിച്ചാലും ഇതിനെക്കാട്ടി ഫോഴ്സ് തിരിച്ചു വരും. കഴിഞ്ഞ ആഴ്ച അച്ഛൻ താഴെ വൃത്തിയാക്കിയായിരുന്നു, വീണ്ടും പിടിച്ച് കിടപ്പുണ്ട്. ഞാൻ ഒരു വീഡിയോ കാണിച്ചായിരുന്നു പപ്പായയുടെ, അതിലെല്ലാവരും കണ്ടു കാണുമല്ലോ ഞങ്ങളുടെ താഴത്തെ അവസ്ഥ. ഇത് നോക്ക്, ഈ വീഡിയോ കണ്ടോ എത്രത്തോളം പിടിച്ചു വന്നെന്ന്. പക്ഷേ നമുക്കൊന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ആരെ വിളിക്കും? മിസ്റ്റർ സുധീഷ് ലാൽ. വന്ന സമയമുള്ള കണക്ക് ഇവിടെ എല്ലാം വൃത്തിയാക്കും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മഷിത്തണ്ടാണേ. ഇത് പണ്ട് സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണേ. പിന്നെ ഈ സുന്ദരി ചെടി, ഇത് അച്ഛൻ വെട്ടേയില്ല, കാരണം ഇത് നല്ലൊരു ഭംഗിയുണ്ട്, ഇത് വെട്ടണ്ട, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കും അച്ഛൻ വൃത്തിയാക്കിയോന്ന്. എന്തിനാണെന്നറിയാമോ? ഞങ്ങൾക്ക് വീഡിയോ എടുക്കണ്ടേ. ഇപ്പം ഏകദേശം നന്നായിട്ട് വൃത്തിയായി. ഇതിന്ന് രാവിലത്തെ വിശേഷമാണേ. നാളെ ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരാളെ കാണാൻ പോകണം ഗിഫ്റ്റ് കൊടുക്കാൻ. അപ്പോൾ അത് ഞാൻ നാളെ ഇട്ടേക്കാവേ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടുണ്ട്, എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ഒന്ന് അതിലിട്ടേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, ഐ ലവ് യു.